അങ്ങനെ ഞങ്ങൾ ഹിൽ പാർക്കിലെത്തിയിട്ടോ. ഇത് കൊടുവള്ളിയുള്ള നെടുമല ഹിൽ പാർക്കാട്ടോ. അടിപൊളി ഒരു പാർക്കാണ്. ഇതിപ്പം വലിയവർക്കും ചെറിയവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ്. നല്ല അടിപൊളി ഒരു പാർക്കാണ്. ഇവിടെ എൻട്രി ഫീസായിട്ട് ഒരാൾക്ക് 50 രൂപയാണ് വരുന്നത്. അത് എത്രയോ കുറവാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രയും റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. മക്കൾക്ക് വന്നാൽ എൻജോയ് ചെയ്യാൻ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയ സമയത്താണെങ്കിൽ ആരും ഇല്ലായിരുന്നു. 1, 2, 3 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാത്തിലും ഓടിപ്പാഞ്ഞ് കയറാനായി. ഇതിന് മുന്നേയും ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ കയറി പിന്നെ ഓരോ ഇതിലും കയറാൻ അവർ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ സ്കൂളിൽ നിന്നും ടൂർ വന്നിട്ടുണ്ടായിരുന്നു. അന്നും തിരക്കായിരുന്നു. ഇന്നിപ്പം ഇവിടെ ആരും ഇല്ലാത്തത് കാരണം ഇവർ എല്ലാത്തിലും ഓടിപ്പാഞ്ഞ് കയറി കളിക്കുകയായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു മക്കൾ. ഇത് കണ്ടില്ലേ, നിർത്താതെ കളിയായിരുന്നു 3 പേരും. അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സ്കൂൾ തുറക്കാനൊക്കെ ആയതല്ലേ, അപ്പം അവർക്കും വേണ്ട എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ്. അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. പിന്നെ അവരാണെങ്കിൽ വിട്ട് തരികയില്ല. കാരണം സ്കൂൾ തുറക്കാനായി. ഞങ്ങൾക്ക് എവിടെയും പോകണം. ഞങ്ങൾക്കും ഫ്രണ്ട്സിനോട് കഥ പറയാനുണ്ട്, പോയ കഥകളൊക്കെ പറയണം. അവർ പറയും, അതുപോലെ ഞങ്ങൾക്കും പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടിൽ. അങ്ങനെ ഞങ്ങളങ്ങ് കൊണ്ടുപോയി. ഇനിയിപ്പം അത് ഒരു പരാതിയായിട്ട് വേണ്ടെന്ന് വിചാരിച്ച്. മക്കളെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. പിന്നെ അത്രേ ഫീയും വരുന്നുള്ളൂ. എൻട്രി ഫീ ആയാലും അത്രേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് തന്നെയാണ് 50 രൂപ. പിന്നെ ഇതാ ഈ റിങ് കൊണ്ട് കളിക്കുന്ന ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാനിവർക്ക് കളിക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് വാങ്ങി കൊടുക്കാതിരുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു കേട്ടോ. അവർ ഫസ്റ്റ് ടൈമാണ് ഇത് വെച്ച് ചെയ്യുന്നത്, റിങ് വെച്ച് ചെയ്യുന്നത്. പിന്നെ ഇതാ അടിപൊളി നമ്മളെ ട്രെയിനിൻ്റെ രൂപത്തിൽ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്യാനും പിന്നെ ഒരു കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാനും പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെറുതെ പോയി ഇരിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും കാപ്പിയോ ചായയോ അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം മക്കൾക്കായാലും സ്നാക്സ് ആയാലും ഒക്കെ അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ അടിപൊളി ഊഞ്ഞാലകളും പിന്നെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ വന്നിട്ടില്ലായിരുന്നു. ഇപ്പം പോയപ്പോൾ സ്വിമ്മിംഗ് പൂളുണ്ടായിരുന്നു. അതിൽ ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. അത് വേറെ തന്നെ ചാർജാണ്. ഒരാൾക്ക് 100 രൂപയാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. എന്നാലും അവർ പറയുന്നത് 1 മണിക്കൂറാണ്. പക്ഷേ നമ്മൾക്ക് അതിൽ കൂടുതൽ സമയം കളിക്കാം. ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം ആളില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല, ഞങ്ങൾക്ക് 1 മണിക്കൂർ കൂടുതൽ കളിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരും ഇല്ലാത്ത കാരണം നമുക്ക് സ്വന്തമായിട്ട് ഒരു പാർക്ക് ഉണ്ടാക്കിയ പോലെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പിന്നെ ആഴമുള്ള ഏരിയ അത് വേറെ തന്നെ ഉണ്ട് കേട്ടോ, വലിയവർക്ക് വരുന്നത്. അപ്പോൾ അവിടെ വേണമെങ്കിലും കളിക്കാം. എനിക്ക് അവിടെ കളിക്കാൻ പേടിയായതുകൊണ്ടാണ് ഞാൻ പിന്നെ മക്കൾ കളിക്കുന്നത് ഇതിൽ കളിച്ചത്. ഹസ്ബൻഡ് അതിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആഴമുള്ള പൂളിൽ. ഞാൻ മുങ്ങി പോകുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പേടിയായി. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ ഇതിൽ തന്നെ ഉണ്ടല്ലോ കളിക്കാൻ മാത്രം. അപ്പോൾ പിന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റൈഡിലൊക്കെ ഞാൻ കയറുന്നത്. പിന്നെ മക്കളൊക്കെ ചെറുങ്ങനെ മുങ്ങിപ്പോകാൻ സാധ്യത ഉണ്ടാകും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അടിപൊളി പിക്സൊക്കെ നമുക്ക് അവിടെ പോയാൽ എടുക്കാം. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കൂ കേട്ടോ. ബൈ.